ഒരു ബോക്സ് എക്സ്ട്രാ വന്നപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ബിൽഡിംഗ് എപ്പോൾ തന്നത് വറുത്ത ബോക്സ് ഒന്നും പറ്റിച്ചേ. ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പിറന്നാൾ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. പിറന്നാളിൻ്റെ ദിവസം രാവിലെ അമ്പലത്തിൽ പോയതും കേക്ക് മുറിച്ചതും ഭക്ഷണം കഴിച്ചതും അതുപോലെ ഗിഫ്റ്റ് കൊടുക്കുന്നതും ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ നേരത്തെ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോയി വന്നു. ശിവു എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അവനെ എടുത്ത് പോകുമ്പോഴത്തേന് നേരം വൈകുമല്ലോ എന്ന് വിചാരിച്ചു. എണ്ണാണെങ്കിൽ നേരത്തെ ജോലിക്കും പോകണം, അത് കാരണം കൊണ്ട്. അപ്പോൾ ഞങ്ങൾ സമീപ പ്രദേശങ്ങളിൽ ഒരു 3 അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടാണ് ശിവു എണീറ്റത് കേട്ടോ. പിന്നെ പിറന്നാൾ സദ്യയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. സദ്യ എന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ സദ്യ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കറികൾ മാത്രമേ കൂട്ടുള്ളൂ. ഇപ്പോൾ ഇഷ്ടു, സാമ്പാർ, എരിശ്ശേരി, ഇങ്ങനത്തെ വളരെ റെയർ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ കൂട്ടുള്ളൂ. ഇപ്പോൾ അവിയലോ കാളനോ തോരനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂട്ടില്ല. അപ്പോൾ സദ്യ ഇത് തന്നെയാണ് സദ്യ. അപ്പോൾ രാവിലെ കഴിക്കലൊക്കെ കഴിഞ്ഞ് എന്നേട്ടൻ ജോലിക്ക് പോയി. അതിനുശേഷം ഞങ്ങൾ തൃശ്ശൂർക്ക് പോയി. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതിലൊന്നാണ് ഇത്. രുദ്രാക്ഷം വെള്ളി കെട്ടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കെട്ടിയിട്ട് ഓൾറെഡി മുന്നേ 2-3 ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞിരുന്നു അവർ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് വാങ്ങാൻ പോയി. ഇതൊരു ഗിഫ്റ്റാണ്. പക്ഷേ ഇത് അന്നേനെ അറിയാവുന്ന ഗിഫ്റ്റാണ് കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കെട്ടിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തിരിച്ച് വരണ വരവിൽ ഞങ്ങളൊരു ഷേക്ക് കുടിക്കാൻ കയറി. കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഷേക്കും കൂടെ കുടിച്ചു. ശിവനാണെങ്കിൽ ജ്യൂസും ഷേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലൊന്നും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. പുറത്ത് പോയിട്ട് ഇങ്ങനെ എന്താ പറയുക, പൈസയൊക്കെ ചിലവാക്കി ഇതുപോലെയൊക്കെ കഴിക്കുകയാണെങ്കിൽ അവൻ ഓക്കെയാണ്. ഇത് ഓൾറെഡി പാക്ക് ചെയ്തു. ഇതിലെന്താന്നുള്ളത് തുറക്കുമ്പോൾ കാണാം അല്ലേ ശിവോ? സോനി മാമ കൊടുത്തിട്ടുണ്ടായിരുന്ന മിഠായി എനിക്ക് വെക്കാൻ വേണ്ടിയിട്ട് വെക്കണ്ടേ. ഇത് ലാസ്റ്റ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഇത് വെക്കണം. അപ്പോൾ ഇത് ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. മുന്നേ പറഞ്ഞ ഒരാഴ്ച മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് അന്ന് തന്നെ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ അത് തുറക്കുമ്പോൾ എന്തായാലും കാണാം. ഇത് അത്യാവശ്യം നല്ല പ്രഷ്യസ് ആയ ഒരു ഗിഫ്റ്റാണ്, വില കൊണ്ടും മൊത്തത്തിൽ. അപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാവണം. പിന്നെ എന്തെങ്കിലും നല്ല വില കൂടിയത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊരു പിന്നീടാണെങ്കിലും അതൊരു അസറ്റായിട്ടും കൂടെ കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പാക്ക് ചെയ്തു. ഒരു ബോക്സിലാക്കിയിട്ട് ഫോണിൻ്റെ ബോക്സിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ അന്നേന് ഇങ്ങനത്തെ ഗിഫ്റ്റിംഗ് പരിപാടികളൊന്നും വളരെ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റോ അങ്ങനത്തെ ഒരു കാര്യമില്ല. ഇത് എനിക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്നു എന്നുള്ളൂ. ഞാൻ വിചാരിക്കുന്നു ആൾ ഇതിൽ സന്തോഷിക്കുന്നു വിചാരിച്ചാലും കാര്യമൊന്നുമില്ല. സന്തോഷം ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഒരു എക്സൈറ്റ്മെൻറ്റോ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. മനസ്സിലായോ? അതായത് ഗിഫ്റ്റ് കിട്ടുന്ന ആളിനേക്കാൾ സന്തോഷമാണ് എനിക്ക് കൊടുക്കുന്നത്. അതാണ് വേറൊരു കാര്യം. അപ്പോൾ അത് ഇതിങ്ങനെ സെറ്റപ്പാക്കി പാക്ക് ചെയ്തു കേട്ടോ. പിന്നെയെല്ലാം ചടപടയെന്നായിരുന്നു. ഞാനിത് പൊതിയാൻ എടുത്തപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. അപ്പോൾ അതിനായിട്ട് വരുമ്പോഴത്തേനും ഇത് തീർക്കണമല്ലോ. അതിനുശേഷം അമ്പലത്തേക്കും പോകണം. അപ്പോൾ എല്ലാം വേഗത്തിലാക്കാമെന്ന് വെച്ചിട്ട് ചെയ്തു. പക്ഷേ എന്നാലും ഇൻബിറ്റ്വീൻ അതിനായിട്ട് കയറി വന്നു കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ അറിയാം ഞാൻ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഒപ്പിക്കുന്നുള്ളത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എല്ലാം ഒരു വിധത്തിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ലാസ്റ്റ് തട്ടിക്കൂട്ടിയൊരു ബോക്സാണ് കേട്ടോ. ഈ ബോക്സ് ഞാൻ മുന്നേ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നതാ, രുദ്രാക്ഷം ഇടാമെന്ന് വെച്ചിട്ട്. പക്ഷേ രുദ്രാക്ഷം ഞാൻ പ്രതീക്ഷിച്ചതിലും വലുപ്പമായി, അതിൽ കൊള്ളണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് നിമിഷത്തിൽ ഇങ്ങനൊരു കുഞ്ഞൊരു ലെറ്ററൊക്കെ മാതിരി അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചു. ഒരു ബോക്സ് എന്തായാലും വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ, അത്രേ ഉള്ളൂ. മറ്റേ എണ്ണ വായിക്കുന്ന സമയത്തും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. എന്നാലും അവിടെ ഇരിക്കട്ടെ, ഒരു എണ്ണത്തിൽ അങ്ങോട്ട് പെടുമല്ലോ. 30ാമത്തെ പിറന്നാളാണ്. അപ്പോൾ എണ്ണം കൊണ്ടും അതുപോലെ റേറ്റ് കൊണ്ടും എല്ലാം 30ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ ഇതാണ് ഫൈനൽ നമ്മുടെ ബോക്സുകൾ വരുന്നത്. അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം പാറമേക്കാവിൽ പോയി. പാറമേക്കാവിൽ പിള്ളേർപ്പാട്ടായിരുന്നു. അതായത് പാറമേക്കാവ് വേലയോടനുബന്ധിച്ച് നടക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ദിവസത്തിന് തൊട്ട് മുന്നുള്ള ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല വിശേഷമായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും ഗംഭീര പരിപാടിയാണെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ പരിസരത്ത് കൂടെ ഈ ഒരു പരിപാടിക്ക് പോണത്. സോ നല്ല രസമായിരുന്നു. ഫുൾ അലങ്കാരങ്ങളും നല്ല വൈബായിരുന്നു കേട്ടോ മൊത്തത്തിൽ. അതിനുശേഷം ഞാനൊരു വിചിത്രമായ സംഭവം കണ്ടു കേട്ടോ. വിചിത്രമായ സംഭവം എന്ന് പറയുമ്പോൾ എനിക്കതൊരു വിചിത്ര സംഭവമാണെങ്കിലും അവിടെ ഉള്ളവർക്ക് അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും. ഈ തേങ്ങ ഇടിച്ച് പിഴിഞ്ഞ പായസമായിരുന്നു കേട്ടോ അവിടെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിരകിയിട്ടുള്ള തേങ്ങ ചിരട്ടകളിലാണ് പായസം കൊടുക്കുന്നത്. അപ്പോൾ അത് എനിക്ക് പുതുമയായിട്ട് പുതിയൊരു അനുഭവമായിട്ട് തോന്നി.
ആന എവിടെ ഉണ്ടോ ശിവു അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മാതിരി കേട്ടോ. ആനയും കുട്ടൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ശിവനെ അവിടെയൊക്കെ നിർത്തി ഫോട്ടോ എടുത്തു. പിന്നെ മുമ്പിൽ അമ്പലത്തിന് ഫ്രണ്ടിലുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നേരിട്ടിട്ട് പൂക്കൾ കൊണ്ടും മൊത്തത്തിൽ അലങ്കാരമായിരുന്നു. അതിനുശേഷം ഞങ്ങളത് വീട്ടിലെത്തി കേക്ക് മുറിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. കേക്ക് മുറിക്കുമ്പോൾ ഏകദേശം പാതിരാത്രി 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ലേറ്റായിപ്പോയി. പിന്നെ കേക്ക് ഇത് ചെയ്തിരുന്നു ഫ്ലേവർ ബട്ടർ സ്കോച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സാധാരണ ഇപ്പോൾ കേക്ക് വാങ്ങിയാൽ ഫ്ലോപ്പ് ആവലാണ് പതിവുണ്ടായിരുന്നത്. പക്ഷേ ഇതെന്തോ നന്നായിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ടേസ്റ്റ് വരണേണ്ടാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രധാന പരിപാടികളിലോട്ട് കിടക്കാൻ പോവാണേ. Pasta. Patice. വേണോ ശിവന് വേണോ? മുറിച്ച് നാശാക്കരുത്. എത്രയാണ് ചെയ്യേ? ഒരെണ്ണം മതിയായില്ല. ശിവു നീ അത് കാണണ്ട. അത് കേടുവെട്ട കേക്ക് അടിപൊളി. നമ്മളുടെ അവർക്ക് വ്യത്യാസം ഉണ്ടാവില്ല. ഗിഫ്റ്റ് കൊടുക്കും. അവന് കൊട്ടണം പാവായിട്ട് മാറാറ് പറഞ്ഞു. ആ കുട്ടീനെ മാറ്റി വെച്ചേ നെടുക്കില്ലെങ്കിൽ അതെടുത്ത് വയ്ക്കേ. ഒരു പൂരി മതിട്ടാ തുടരുതട്ടതിലേ. അപ്പൊ വീണ്ടും പോയി ശിവ അന്ന് സോനിയുടെ വീട്ടിൽ വരുമ്പോ ഇങ്ങനൊരു ഡയറിയിലേക്ക് കൊണ്ടു വന്നത്. നോക്ക് തുറക്ക്, ഓരോന്ന് തുറന്നിട്ട് അടുത്തടുത്ത് എടുക്കുക കേട്ടോ. ഇങ്ങനെ
എടുത്ത് വെച്ചിട്ട് അവിടെ കൊണ്ടുപോകും. നല്ല സാധനം തലവിളിയായിട്ട് അതാ മുഴുവൻ ചെയ്തത്. ഇവിടുന്ന് അമർത്തുന്നു എന്താ പറഞ്ഞതേ, ഇവിടുന്ന് അമർത്തുന്നു. ഇതായിട്ട് അത് ഞാൻ പൊട്ടിച്ച് കളഞ്ഞതമ്മ. എനിക്ക് അതെയോ, അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ടെന്ന് അതാകുമ്പോൾ നാട്ടില് ശിവുവിന്റെ കൈ അതങ്ങല. ഇവിടെയാണ് ട്വിസ്റ്റ്. ഇത്രയും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഹരിനേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആവുമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഹരിനേട്ടൻ ലാസ്റ്റ് ആ പെട്ടി തുറന്നപ്പോൾ ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു ശിവൻ്റെ കയ്യിലത്തെ എന്ന് പറഞ്ഞു. ശിവുവിൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരെണ്ണമുണ്ട്, അപ്പോൾ അതാണ് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ട് ആളത് വിശ്വസിച്ചിട്ട് ആ ശിവുവിൻ്റെ കയ്യിലേക്കാണോ, അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ മാത്രം ഇടിപ്പിച്ചാൽ മതി കേട്ടോ, അവന് പുതിയത് എടുത്തതാണെന്ന് വിചാരിച്ചു. എല്ലാം ഒരു നിമിഷം കൊണ്ട് ഡിം. അങ്ങനെ എനിക്കറിയായിരുന്നു അറിയേണ്ട എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്, പക്ഷേ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിച്ചു അത്രേ ഉണ്ടായുള്ളൂ, ഞാൻ ഇത്രയും ഭയങ്കര സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് എന്ന്. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. ഞാനും ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അത് വേറെ കാര്യം കൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആൾക്ക് ഇങ്ങനെ അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും ആവില്ല, എന്നെപ്പോൾ അതിൽ അത്ര ഓവർ ഡ്രമാറ്റിക് അല്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇങ്ങനൊരു കമ്മലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കാതിൽ കിടക്കുന്ന കമ്മൽ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നായിരുന്നു. അങ്ങനെ ആ ആനിവേഴ്സറിക്ക് തന്നെയാണ് കാതും കുത്തിയത്. അതിനുശേഷം ഇതിപ്പോൾ 5ാമത്തെ ആനിവേഴ്സറി അല്ല, പിറന്നാളാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമ്മുടെ ആനിവേഴ്സറി വരാറായി 26-നാണ്. അപ്പോൾ രണ്ടും കൂടെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കാതിലിട്ടു. കാതിലുള്ളതിനൊക്കെ കുറച്ചുകൂടെ വലിപ്പമുണ്ട്, അപ്പോൾ മുഖത്തേക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിട്ടും ഇങ്ങനെ കൊത്തു മാതിരത്തെയാണ്, അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ തിളങ്ങുന്ന മാതിരിയൊക്കെ തോന്നും. കല്ല് പൊതുവേ അങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് കല്ല് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ സ്വർണ്ണത്തിൽ കല്ലെടുക്കുന്ന സമയത്ത് നമുക്ക് റീസെയിൽ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നഷ്ടം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കല്ലിൻ്റെ വെയിറ്റൊക്കെ കുറയ്ക്കും, എന്നാൽ കൂടെ അതിലെന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക വേരിയേഷൻ വരും. അപ്പോൾ പൊതുവേ കല്ലുകൾ എടുക്കാതിരിക്കുകയാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ നല്ലത്. കല്ലുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വാങ്ങുകയാണ് ബെറ്റർ. അതിനുശേഷം അന്ന് തന്നെ കാതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേ പഴയ കമ്മൽ മാറ്റി കഴുകി വെച്ചു. അതിനുശേഷം ഇത് കാതിലിട്ട് കൊടുത്തു കേട്ടോ. ഇതിന് പുറമേ ഞാൻ ഒരു 3-4 ഷർട്ടും കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊരു മാസം മുന്നേ ആണെന്ന് മാത്രം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വാങ്ങാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമെന്നോ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റേതായിട്ട് ഒരു 3-4 ഷർട്ടും ഒരു ബനിയനൊക്കെയാണ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറന്നാളിൻ്റെ ഗിഫ്റ്റുമായി ഉപകാരമായി. ആ സമയത്ത് നമ്മൾ ഷർട്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ പിന്നീട് നോക്കുമ്പോഴാണ് എന്നാൽ ചെയ്യാം എന്ന് വിചാരിച്ചു. കമ്മലാണെന്നുണ്ടെങ്കിൽ എന്നെ മാറ്റണം എന്ന് ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെൻ്റെ വകയാവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കൈ ചെയിനാണെന്നുണ്ടെങ്കിലും എന്നെക്കൊണ്ട് പറ്റണ മാതിരി എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അസറ്റ് എന്നുള്ള മാതിരി തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചിട്ടുള്ളത്, അതുകൊണ്ട് കൂടെയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം അവിടെയൊക്കെ ക്ലീനാക്കി ഫുള്ള് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കായിരുന്നു, ഗിഫ്റ്റ് പൊതിഞ്ഞേൻ്റെയും എല്ലാ പേപ്പറുകളും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.